നടക്കാത്ത സ്വപ്നങ്ങൾക്ക് മനുഷ്യൻ നൽകിയിട്ടുള്ളൊരു പേരാണ് വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും വിധി എന്ന് പറയുന്നൊരു വാക്ക് അത് ഇല്ലായിരുന്നിട്ടുണ്ടെങ്കിൽ തോറ്റുപോയൊരു മനുഷ്യന് പിടിച്ചു നിൽക്കാനൊരു വാക്ക് ഇല്ലാണ്ട് പോയേനെ. അല്ലെങ്കിലും നമ്മുടെയൊക്കെ നടക്കാത്ത ആഗ്രഹങ്ങളെയും പൂവണിയാത്ത ഇഷ്ടങ്ങളെയും നിറവേറാത്ത സ്വപ്നങ്ങളൊക്കെ ഏതൊരാളും മൂടി വെക്കുന്നത് ഈ പറയുന്ന വിധി എന്ന് പറയുന്ന ആ ഒരൊറ്റ പേരുകൊണ്ട് മാത്രമാണ്. കൊതിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോഴും സ്നേഹിച്ചിട്ട് നഷ്ടപ്പെടുമ്പോഴും സ്വന്തം ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാണ്ട് വീണ് പോകുമ്പോഴും ഏതൊരാളും ഈ വിധി എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ മേലാണ് എല്ലാ പഴിയും. എന്നാൽ ശരിക്കും വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾക്കായിട്ട് ദൈവം അവസരങ്ങൾ നൽകുക എന്നാണ്. അത് കാണാതെ പോകുന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു പരാജയം. അതുകൊണ്ട് വിധിയാണെന്ന് പറഞ്ഞിട്ട് ഒന്നിൻ്റെ മുന്നിലും നിസ്സഹായമായിട്ട് നിൽക്കാണ്ട് വിധീനെ വെല്ലുവിളിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറണം. നേട്ടങ്ങളെ മാത്രം ഇഷ്ടപ്പെടാണ്ട് നഷ്ടങ്ങളെയും ഇഷ്ടപ്പെടുക. വിധി ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. നമ്മൾ സ്വപ്നം കാണുന്നതൊന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് വേറൊന്ന്. അതുകൊണ്ട് വിധിയെപ്പറ്റി മാത്രം ആലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവും ഉണ്ടെന്ന് തോന്നൂല. പക്ഷേ ജീവിതത്തെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിധിയും നല്ലതാണെന്ന് തോന്നും.